ഞങ്ങളങ്ങനെ ആഭ്യന്തര കുറ്റവാളി ആസിഫ് അലിയുടെ പടം കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ ഒരു ആഭ്യന്തര കുറ്റവാളിയായിരുന്നു. സിനിമ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കുറ്റവാളികളും പ്രതികളും എല്ലാവരും കൂടെ ഉള്ളവര്, അതൊക്കെ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പരിപാടികളൊക്കെ തീർന്ന് കോടതിയിൽ നിന്ന് ഓർഡർ കിട്ടി. ആഭ്യന്തര കുറ്റവാളി തിയേറ്ററിലെത്തി. സേതുനാഥ് പത്മകുമാർ, ഓക്കെ, ഡയറക്ടർ, റൈറ്റർ. ആസിഫ് അലി ആണ് മെയിൻ റോൾ ചെയ്തിട്ടുള്ളത്. പുരുഷന്മാർ നേരിടുന്ന, അതും വിവാഹിതരായി വിവാഹമോചനത്തിലേക്ക് പോകുമ്പോൾ പുരുഷന്മാർ സൊസൈറ്റിയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ നമ്മളെ സമൂഹത്തിൽ നമ്മൾ എല്ലാവരും എപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ് തുല്യനീതിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് തുല്യനീതി, സ്ത്രീകളുടെ കാര്യം പറയുമ്പോഴാണ് തുല്യനീതി വരുന്നത്. തുല്യനീതി രണ്ട് സ്ഥലവും കിട്ടണുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ സിനിമ കൂടെ കാണിച്ചു തരുന്നത്. അതായത് ഈ ഒരു പ്ലോട്ടിനകത്ത് ഒരുപാട് പടങ്ങള് എല്ലാ ലാംഗ്വേജിലായിട്ട് വന്നിട്ടുണ്ട്, മലയാളത്തിലും വന്നിട്ടുണ്ട്. അതായത് ആണുങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് ഒരുപാട്, അതും കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന സമയത്ത് അവർ അനുഭവിക്കുന്ന വിഷയങ്ങൾ, ഫേക്ക് അലിഗേഷൻസ്, ഫേക്ക് കേസുകൾ, ഭാര്യ ഭാഗത്തു നിന്ന് കൊടുക്കുന്ന, വക്കീല് കൊടുക്കുന്ന ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ കോടതിയിൽ വരുമ്പോൾ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഒരാണിന്റെ. അതെന്താ വെച്ചാൽ സിനിമാ രൂപത്തേക്ക് വരുമ്പോഴും സ്ത്രീകൾ പറയുമ്പോഴാണ് വിറ്റ് പോകാനും അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ കണ്ണീരെണീക്കാനൊക്കെ ചാൻസ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് എപ്പോഴും വല്ലാതെ പറയാൻ ശ്രമിക്കാറില്ല. ഈ സൈഡ് പറയുമ്പോഴും അത് ഭയങ്കര സിനിമാറ്റിക് ആയിട്ടാണ് പല സിനിമകളിലും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതില് വളരെ ക്ലീൻ ആയിട്ട്, അതായത് റിയാലിറ്റി അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. പറയേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് ക്ലീൻ ആയി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന സമയത്ത് കോടതി ചോദിക്കുന്ന ചോദ്യങ്ങളും ആ ചോദ്യത്തിനുള്ള ഉത്തരവും, ഇതാണ് ഒരു വൺ ലൈനിൽ സിനിമ. മാത്രമല്ല എല്ലാവരുടെ ലൈഫിലും ഒരേപോലെ ആവില്ല സംഭവിക്കുക. പല ആളുകളുടെ ലൈഫിലും പല രീതിയിലാവും ഈ നീതി നഷ്ടപ്പെടുന്നത്. അത് പല രീതിയിൽ. പക്ഷെ അത് എല്ലാതും ഒരു ഒറ്റ ഫാക്ടറാണ്, ആണിനാണ് ഈ നീതി നിഷേധിക്കപ്പെടുന്നത്. അപ്പൊ എന്താണെങ്കിലും ആസിഫ് അലിയുടെ ക്യാരക്ടറിന്ന് പടം തുടങ്ങുകയാണ്. ആസിഫ് അലിയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു ബിൽഡപ്പും ഇല്ലാതെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വളരെ സ്ഥിരം ജോലി ഇല്ലാത്ത സഹകരണ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിക്ക് ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ. അങ്ങനെ അയാളുടെ ലൈഫ് തുടങ്ങുന്നു. ലൈഫിലേക്ക് കല്യാണം, ബാക്കി ആക്ടിവിറ്റീസ് നടക്കുന്നു. പിന്നെയൊക്കെ ആ ഒരു ഡിവോഴ്സിലേക്കുള്ള ഒരു ബിൽഡപ്പാണ് ഫസ്റ്റ് ഹാഫിൽ കാണിച്ചത്. ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്, പ്രത്യേകിച്ച് ഇതിനകത്ത് എന്ത് പറയാനാണ് ഇപ്പോൾ അല്ലേ, ക്യൂരിയോസിറ്റി തരുന്നതോ അല്ലെങ്കിൽ നമുക്ക് എനിക്കെന്ത് തോന്നിയറിയോ, അങ്ങനത്തെ ഒരു സാധനം ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ കാണുന്ന ഫീലിനേക്കാളും കൂടുതൽ സാധാരണ ഒരു നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന പോലെ അങ്ങനെ ഫീൽ ചെയ്തു. അതാ പറഞ്ഞത്, വെരി നോർമൽ ആയിട്ടുള്ള പടം. അതായത് ഇപ്പൊ സാധാരണ സിനിമയിൽ ഇപ്പൊ ഒരു ചായ കുടിക്കുന്ന കാണണമെങ്കിൽ ഇങ്ങനെ കുറെ കറങ്ങിയും ഒക്കെ എടുക്കാൻ ഷോട്ട്, ഇത് നമ്മളെ നോർമൽ ലൈഫിൽ ഉണ്ടാവുന്ന. ഫസ്റ്റ് ഹാഫിലെ സ്റ്റോറി ലൈൻ, അതായത് ആസിഫ് അലിന്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വന്ന സിറ്റുവേഷൻസ് വെച്ച് നോക്കുന്ന സമയത്തും ചുറ്റുപാടുമുള്ള ആളുകൾ, ഇപ്പൊ ആസിഫ് അലിന്റെ ഫാമിലിയിൽ അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, ഫ്രണ്ട്സ് ആയിട്ടുള്ള 2 പേരുണ്ട്, അസീസും ആനന്ദും. ഇവർ ചെയ്ത 2 ക്യാരക്ടേഴ്സ് ക്ലോസ് ഫ്രണ്ട്സ് ആണ് ആസിഫ് അലിയുടെ. പിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന കുട്ടി, ഇവരൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. ആ കല്യാണം, ഭാര്യ ഭർത്താവ് ബന്ധം, അതിൽ വരുന്നൊരു ഇമ്പാക്ട്, അത് ഫ്രണ്ട്സ് ഇവരെല്ലാരും കൂടി ഹാൻഡിൽ ചെയ്യുന്നു. ആസിഫ് അലി അതെങ്ങനെ കൊണ്ടുപോകുന്നു, ഇതാണ് ഫസ്റ്റ് ഹാഫ്. ഈ ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞ പോലെ വെരി പ്ലെയിൻ ആണ്. പ്ലെയിൻ ഇൻ ദ സെൻസ് വെരി നോർമൽ പ്ലെയിൻ ഗ്രാഫ്. ഓക്കെ, സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴാണ് കുറച്ചും കൂടി ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് അല്ലേ, എനിക്ക് അങ്ങനെയായിട്ട് ഫീൽ ചെയ്തത്. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ് കുറച്ചും കൂടി കഥയ്ക്ക് ഡെപ്ത് വന്നതും കഥ എന്താണെന്ന് നമുക്ക് കൂടുതൽ പറഞ്ഞു തരുന്നൊക്കെ സെക്കൻഡ് ഹാഫിലാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫസ്റ്റ് ഹാഫിലും വളരെ ഒരു നോർമൽ ആയിട്ട് നമ്മൾ എന്നും കാണുന്ന കുറെ സംഭവങ്ങൾ ഇങ്ങനെ ചുറ്റും നടന്നു പോണ പോലെ തന്നെ, ഒരു സിനിമ കാണുന്നതിലുപരി എനിക്ക് നമ്മളെ ചുറ്റുപാട് ഇങ്ങനെ സാധാരണ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടന്നു പോലെ തോന്നി. അതായത് എനിക്ക് സെക്കൻഡ് ഹാഫാണ് ഒന്നും കൂടി കുറച്ചും കൂടി സെക്കൻഡ് ഹാഫിലാണ് സാധനം കിടക്കുന്നത്, ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള സെക്കൻഡ് ഹാഫ്. കാരണം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിദ്ധാർത്ഥ് ഭരതന്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മളെ ഹരിശ്രീ അശോകന്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ഈവൻ ആസിഫ് അലിന്റെ ക്യാരക്ടർ ആണെങ്കിൽ പോലും ഒരു ഡയമെൻഷൻ ചേഞ്ച് ആയി. അതായത് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ എക്സ്പെക്റ്റഡ് ആണ് അങ്ങനെ ഒരു ഡയമെൻഷൻ ആസിഫ് അലിയുടെ ക്യാരക്ടറിന് വരുന്നുണ്ടെങ്കിലും, പക്ഷെ അത് വളരെ ഒരു ക്യാരക്ടറിന് ഒരു പൊളൈറ്റ്നെസ് ഉണ്ട്, ഒരു ക്യാരക്ടറിന് ഒരു സട്ടിൽ സാധനം ഉണ്ട്. അതായത് ആ ക്യാരക്ടർ ഒരു എക്സ്ട്രാ ഓർഡിനറി ക്യാരക്ടർ അല്ല,
നമ്മള് പല കോർട്ട് റൂം ഡ്രാമയിൽ കാണുന്ന പോലെ അങ്ങോട്ട് കത്തി കയറി കോർട്ട് റൂം ആ ഡ്രാമ സെറ്റപ്പിൽ വരുമ്പോഴത്തേക്കും അങ്ങോട്ട് നായകൻ കയറി നായകനായോണ്ട് നമുക്ക് ഉറപ്പാണ് വക്കീലുണ്ടെങ്കിലും നായകൻ കുറച്ച് പൊളിക്കാനുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ സിറ്റുവേഷൻ വന്നു, സ്കോറും ചെയ്തു. അതെ, പക്ഷെ ഇതിൽ നായകൻ ചെയ്യണ എല്ലാം എന്താ വെച്ചാൽ ഒരു നമ്മൾ സർവൈവ് ചെയ്യാനോ എന്തിനൊക്കെയോ വേണ്ടി പറയണ ഒരു സാധനം നമ്മളായാലും ചെയ്തു പോണ കാര്യങ്ങൾ തന്നെ ആയാലും ആസിഫ് അലി ചെയ്യണതെല്ലാം അത് വളരെ ക്ലീൻ ആയിട്ട് ആസിഫ് അലി വളരെ സേഫ് ആയിരുന്നു ഈ റോൾ. നമുക്ക് എന്താ പറയുക, എനിക്ക് ഞാൻ അതാ തിയേറ്ററിൽ നിന്നും പറഞ്ഞത്. കാരണം മമ്മൂക്കാന്റെ ഗ്ലാമറിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞ പോലെയാണ് ആസിഫ് ഒരു ഇരുത്തം വന്ന നടനായി എന്ന് എപ്പോഴും പറയുന്ന പോലെ അത് വീണ്ടും വീണ്ടും പറയണതിന് ഇപ്പൊ ഒരു ബോറ. എനിക്ക് അങ്ങനെ തോന്നിയത് ഭയങ്കരമായിട്ട് നല്ല അയാളെ കയ്യിൽ ഭദ്രമായിരുന്നു ഈ റോൾ. അയാൾക്ക് ഭയങ്കര എന്താ പറയാ അറിയോ, കേക്ക് വാക്കാണ്. ചുമ്മാ വെറുതെ ഭയങ്കരമായി പെർഫോം ചെയ്യേണ്ടെന്ന് വന്നിട്ടില്ല. അയാള് ഭയങ്കര കൂളായിട്ട് അങ്ങനെ അഭിനയിച്ചു പോണതിൽ. ആസിഫ് അലി എന്താണെങ്കിലും അടിപൊളിയായി. സിദ്ധാർത്ഥ് ഭരതനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു റോൾ. നമുക്കുണ്ടല്ലോ നമ്മളെ ഉള്ളിലൊരു വല്ലാത്തൊരു വിതുമ്പൽ വരുന്നത് അയാൾ വന്നപ്പോൾ. ഞാൻ അയാളെ കാണിച്ച സമയത്തൊക്കെ ഞാനിങ്ങനെ അയാൾ പറയണൊന്നും ക്ലിയർ ആവാത്ത പോലെ എന്തൊക്കെയോ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അയാളാണ് നമ്മളെ ഉള്ളിൽ സിറ്റുവേഷനും അയാളുടെ റോളും എല്ലാം കൂടി നമുക്കുണ്ടല്ലോ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കണം. അയാൾ ശരിക്കും തന്നെ സംഭവിക്കണം. സുരാജ് വന്നൊരു സാധനം ഉണ്ട്, അതുപോലത്തെ ഒരു സാധനം. അതുകൊണ്ട് കൊള്ളും, നമുക്ക് കൊള്ളും ഇൻ ദ സെൻസ് ശരിക്ക് കല്യാണം കഴിഞ്ഞ ആ സിറ്റുവേഷനിൽ നിൽക്കുന്ന കുടുംബ കോടതി പോകുന്ന ആളുകൾ ഉണ്ടാവും. അതൊക്കെ അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ വല്ലാതെ വിഷമായി പോകും കണ്ടു കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു സാധനം അങ്ങേത് വന്നു. സിദ്ധാർത്ഥ് ഭരതനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ എല്ലാവരുടെ പെർഫോമൻസിനേക്കാൾ സ്കോർ ചെയ്ത് കൊണ്ടുപോയി. എനിക്ക് ഇവൻ ഹരിശ്രീ അശോകനേക്കാളും കുറച്ച് മുകളിൽ വരുന്നു. ഹരിശ്രീ അശോകന് ഉള്ളത് നീറ്റായിട്ട് അങ്ങനെ ചെയ്തു, പക്ഷെ ചെയ്യാൻ കൂടുതലായിട്ടൊന്നുമില്ല. ആ റോള് വളരെ അങ്ങനത്തെ അയാളെ പറ്റി ഒന്നും പറയാനില്ല. അതൊക്കെ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ചെയ്യാനോ പറയാനോ ഇല്ല. ആ റോൾ അത്രേ ഉള്ളൂ. അങ്ങനെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അസീസ് നന്നായിട്ടല്ലേ, രണ്ടാളും നല്ല രസമായി. അങ്ങനെ സാധാരണ സിനിമയെ കാണിക്കാൻ വേണ്ടി ഭയങ്കര ബീജിയൊക്കെ ഇട്ട് ഞങ്ങളുണ്ടോ കൂടെ എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ കണ്ടത്. ഇത് അങ്ങനെ നല്ല സാധാരണ നോർമൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ ഫ്രണ്ട്സ്. ഇപ്പൊ നമുക്കൊക്കെ അറിയാലോ, അല്ലാതെ അങ്ങനെ എപ്പോഴും കെട്ടിപ്പിടിച്ച് നടക്കൂല. റോഡിലേക്ക് ഒരു സംഖ്യച്ചായ്വ് ഉണ്ട്. അത് വേണമെങ്കിൽ കൂടുതൽ പറഞ്ഞ ട്രോളോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കോമഡി ആക്കായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. ഇല്ല, ഒരു ഓവർ കോമഡിയും കൊടുത്തിട്ടില്ല. എന്നാ ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രണ്ടുപേരുടെ കോംബോ, ഫ്രണ്ട്സ് കോംബോ എന്താണെങ്കിലും കിട്ടലായിട്ടുണ്ടായിരുന്നു. രണ്ടാളെ മുഖം ഏകദേശം മാത്രല്ല അവര് മൂന്നാളും ഒരുപാട് കാലം മുന്നേ ഫ്രണ്ട്സ് ആണ്. നമുക്ക് അങ്ങോട്ട് വിശ്വസിച്ചു പോകും. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കിയ ജഗദീഷ് ആണെങ്കിലും അല്ലേ കുഴപ്പമില്ല. ജഗദീഷിനും അത്ര എന്താ പറയാ, പക്ഷെ നമുക്ക് പോണ പോക്കിൽ ലാസ്റ്റ് ഒരു സാധനം ഇട്ടുണ്ട് പോയി നമ്മളെ അയ്യോ തോന്നിപ്പിക്കുന്ന സാധനം. പിന്നെ വിജയകുമാർ ഉണ്ട് ഇതില്. കുറെ കാലത്തിന് ശേഷമാണ് വിജയകുമാറിന്റെ ഒരു പടത്തിൽ കാണുന്നത്. വിജയകുമാർ ആണെങ്കിലും ഡീസന്റ് സാധനമാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗുഡ് വാച്ച് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി സൊസൈറ്റിയിൽ നീതി നിഷേധിക്കപ്പെടുന്ന പുരുഷന്മാരുടെ എന്താ പറയാ എക്സ്ട്രാ ഓർഡിനറി ഗിമിക്സ് ഫിറ്റ് ചെയ്യാതെ വിജയകുമാറിന്റെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അയാൾ ആ ഒരു വക്കീലായിട്ടാണല്ലോ അതില് ക്യാരക്ടർ. അയാളത് വളരെ അടിപൊളിയായിട്ട് ചെയ്തു തോന്നി. കാരണം ഞാൻ ഒഫീഷ്യലായിട്ട് ഇപ്പൊ ഒരുപാട് വക്കീലുമാരൊക്കെ കണ്ടുവന്ന പല സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് അല്ല എന്റെ വർക്ക് സംബന്ധിച്ച് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് വളരെ കറക്റ്റ്. വിജയകുമാറിന്റെ ഒരു സാധനം നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ എടുത്തു പറയുന്നത് അറിയാം. വിജയകുമാർ ചില സിറ്റുവേഷനിൽ ഡയലോഗ് പറയുന്നില്ല, ആക്ഷനിൽ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട് സാധനം. അയാളുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കണം. അയാളുടെ എക്സ്പീരിയൻസ് അതിൽ എടുത്ത് കാണണ്ടല്ലോ. സത്യം പറഞ്ഞാൽ വിജയകുമാറിനെ ഹരിശ്രീ അശോകനൊക്കെ ഇനി സിനിമകളിൽ ഇഷ്ടംപോലെ ഉപയോഗിക്കാൻ പറ്റും അല്ലേ? അത് പിന്നെന്താ, അയാള് നല്ല അടിപൊളിയുണ്ട്. അതെ. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോ നല്ലൊരു പടം, ഒരു ഗുഡ് വാച്ച്, ഡീസന്റ് വാച്ച്. യെറ്റ് അഗെയിൻ ആസിഫ് അലി ഇരുത്തം വന്നു പറഞ്ഞല്ലേ, ഇരുത്തം വന്ന നടന്നുള്ളത് വീണ്ടും പറയുകയാണ്. പിന്നെ അതില് ആസിഫ് അലിയുടെ പെയറായിട്ട് വരുന്ന കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി, ഒരു മൂച്ചാട്ട ക്യാരക്ടറാണത്. കൃത്യമായിട്ട് അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റി. കാരണം അതിനെ കാണുമ്പോൾ ഫ്രെയിമിൽ നമുക്ക് പൊരിഞ്ഞ ദേഷ്യം മറ്റേ ദിലീപേട്ടന്റെ പടത്തിൽ പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് ക്യാരക്ടറിന് ആവശ്യമില്ല. സത്യം, ഇവളാരവിള് അങ്ങനത്തെ ഒരു സാധനം അത് തോന്നിപ്പോയി. പിന്നെ ഇതില് വക്കീലിന്റെ റോള് ചെയ്ത ഒരു കുട്ടിയോട് ജിത്തുബായിക്ക് ഒരു ക്രഷും തോന്നിപ്പോയി. നല്ല അടിപൊളിയായി. ജിത്തുബായി കല്യാണം കഴിച്ചിട്ടില്ല എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട്. വെറുതെ പറയരുതേ. പ്രഭി കേട്ടോ, പ്രഭിക്ക് അപ്പത്തേക്ക് ഭയങ്കര സീനായി. കാരണം ഓനും കല്യാണം കഴിച്ചിട്ടില്ല. പ്രഭി ആകെ വിഷമത്തിലാണ്. ആ നടിയോട് ഇപ്പൊ രണ്ടാക്കായി ക്രഷ് തോന്നിട്ട് ഈ വണ്ടിക്കകത്ത് എന്താ ചെയ്യാ ഓരോ കഥ. കുട്ടി ആ കുട്ടി നല്ല വൃത്തിക്ക് ചെയ്തു. നല്ല എന്താ പറയാ, ഒരു വളരെ പ്രകാശമുള്ള ഒരു ഫേസ് ആ കുട്ടീന്റെ. പേരറിയോ? പേര് പോലും തപ്പി കണ്ടുപിടിക്കാൻ അറിയില്ലല്ലോ എനിക്ക്. അല്ലാതെ
അപ്പൊ ഓക്കെ ഗൈസ്, ആഭ്യന്തര കുറ്റവാളി ഇസ് എ ഡീസന്റ് വാച്ച്. ആസിഫ് അലിന്റെ അച്ഛനും അമ്മ അടിപൊളി ചെയ്യുന്നതാണല്ലോ. അത് കിട്ടില്ല, ഒരു വെറൈറ്റി അമ്മ. ആ അമ്മേനെ അല്ലെ, ആ ഒരു യൂഷ്വൽ അമ്മമാരിൽ നിന്നൊരു ഡിഫറെന്റ് കാസ്റ്റ്. സാധാരണ അമ്മമാരെ ആകെ കണ്ണീരും കുപ്പിയായിട്ട് ഇരിക്കേണ്ട സംഭവമാണ്. അത് വളരെ അടിപൊളി അവരെ ക്യാരക്ടർ. ബാലേന്ദ്രൻ ചുള്ളിക്കാടാണെങ്കിലും കുഴപ്പമില്ലാതെ അങ്ങേരെ പിന്നെ ഒന്നും പറയാനില്ലേ, അങ്ങനെയൊക്കെ ചെയ്തു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും പടം നല്ല പടമാണ്, വർത്ത് വാച്ചാണ് ഡെഫിനറ്റ്ലി. ഞാൻ പറഞ്ഞല്ലോ, സൊസൈറ്റിയിൽ ആണുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നല്ലോണം. എല്ലാ ആണുങ്ങളും അല്ല, കല്യാണം കഴിഞ്ഞ് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടോ? അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങൾക്കൊക്കെ ഓരോ രീതിയിൽ കാണാം. റബി പറയുന്നു, റബിക്ക് കുറച്ച് ആൾക്കാർ അങ്ങനെ പരിചയമുണ്ട്, ഞാൻ പറയുന്നു. അപ്പൊ നമുക്കൊക്കെ കണക്ഷൻ ഉണ്ടാവും ഇങ്ങനത്തെ ആളുകളൊക്കെ. പല രീതിയിലുള്ള അവസ്ഥകൾ കഴിഞ്ഞതുകൊണ്ട് ജീവിതമാവുന്ന കടലിന്റെ നടുവിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ നമ്മൾ വഴിയിൽ പലരും. ഞാനാണെന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് ആവാൻ വേണ്ടി ഒന്ന് പ്രേമിച്ചു നോക്കി, അത് വീട്ടിൽ പോയി. നാളെ മുതൽ ഇതേവരെ നടക്കാം. അയ്യോ ഇവർക്ക് അത് നടക്കേണ്ട ആവശ്യം വരില്ല, ഞാൻ കോടതി കേടി ഇറങ്ങണ്ടേ. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.